ഹലോ ഹായ് ഞാൻ ബിച്ചു അനീഷ്. കർത്താവേ ക്രിയ കർമ്മം എന്ന മൂവി ഡയറക്റ്റഡ് ബൈ ശ്രീ അഭിലാഷ് എസ്. ആ മൂവിയിലെ നാൻസി എന്നുള്ള കഥാപാത്രമാണ് ഞാൻ ചെയ്തത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ താങ്ക് ഡയറക്ടർ അഭിലാഷ് എസ് ഫോർ ഗിവിങ് മീ സച്ച് എ വൈറ്റൽ റോൾ ഇൻ ദിസ് മൂവി. സോ മൂവിയെ പറ്റി പറയാനാണെങ്കിൽ ആക്ച്വലി ഇതൊരു ഹൈപ്പർലിങ്ക് ജോണർ എന്ന് പറയാം. ഇപ്പം നമ്മൾ ചില മൂവീസൊക്കെ കാണത്തില്ലേ, കേരള കഫേ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു മൂവിക്കകത്ത് തന്നെ 5 കഥകളാണ്. ഈ 5 സ്റ്റോറീസ് ആക്ച്വലി തമ്മിൽ യാതൊരു ബന്ധവും കാണത്തില്ല. ഹൈപ്പർലിങ്ക് ജോണർ ഞാനും സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൂവി, ഈ ടേമും കേൾക്കുന്ന ഇങ്ങനെ ഒരു മൂവിയിൽ എനിക്ക് വർക്ക് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയേ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്നുവെച്ചാൽ അയാളുടെ പല ലൈഫ് സ്റ്റേജസ് എന്നുവെച്ചാൽ അയാളൊരു, നമ്മൾ പറയത്തില്ല, ഒരു ജന്മത്തിൽ തന്നെ പല ജന്മങ്ങളായിട്ട് ജീവിക്കുന്നു അങ്ങനെ ഒരു കഥാപാത്രമാണ് ഇതിലെ ലീഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞത് ശ്രീ സതീഷ് ഭാസ്കറാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടാവുന്ന പല ഇൻസിഡൻസ് കണക്റ്റഡ് ആയിട്ടുള്ള മൂവിയാണ് കർത്താവേ ക്രിയ കർമ്മം. പിന്നെ എന്നെ ഈ ഫിലിമിൽ സജസ്റ്റ് ചെയ്തത് ഇതിനകത്തെ ലീഡായിട്ട് അഭിനയിച്ച ശ്രീ സതീഷ് ഭാസ്കർ, നിങ്ങളുടെ സ്വന്തം സതീഷ് ഏട്ടനാണ്. സോ താങ്ക് യു സോ മച്ച് സതീഷ് ഏട്ട ഫോർ സജസ്റ്റിംഗ് മൈ നെയിം ടു ദ ഡയറക്ടർ. പിന്നെ അഭിലാഷ് സാറിനെ പറ്റി പറയാനാണെങ്കിൽ, സാർ ആക്ച്വലി എൻ്റെ പ്രീവിയസ് വർക്ക്സ് ഒന്നും കണ്ടില്ലായിരുന്നു. എന്നെ ഫോണിൽ കൂടെ സംസാരിച്ചു, ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഷൂട്ടിൻ്റെ തലേദിവസം ഈവനിങ് ആണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു. ഐ ഹോപ്പ് ഐ ഹാവ് ഡൺ ജസ്റ്റിസ് ടു ദ ക്യാരക്ടർ. ഞാൻ പിന്നെ സാറിനോടൊന്നും അഭിപ്രായമൊന്നും ചോദിച്ചില്ലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തോടെ നമ്മുടെ ക്രൂ എവറിത്തിങ് വാസ് ലൈക്ക് വെരി നൈസ്. നമുക്കൊരു സെക്കൻഡ് ഹോം പോലെയായിരുന്നു. പിന്നെ വളരെ ഫാസ്റ്റായിട്ടായിരുന്നു ഞങ്ങളിത് ഷൂട്ട് ചെയ്തത്. ഒരു 15-20 ഡേയ്സിനുള്ളിൽ തന്നെ ഞങ്ങൾ ഷൂട്ടെല്ലാം തീർത്തായിരുന്നു. വാഗമൺ, കുറ്റിക്കാനം, പാല, കോഴിക്കോട്, അങ്ങനെ പിന്നെ എന്തായിരുന്നു, ഈ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. പിന്നെ ഇതിനകത്ത് കുറേ രസകരമായ എനിക്ക് ഉണ്ടായ കുറച്ച് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലയിടത്തൊക്കെ ഡയറക്ടർ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ലൈക്ക് നമുക്ക് മൊത്തം ഡയറക്ടർ അങ്ങ് തരും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഴിഞ്ഞാടാം. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. കുറേയൊക്കെ കാൻഡിഡ് ക്ലിക്സ് സാർ ക്യാപ്ചർ ചെയ്തായിരുന്നു. ഞങ്ങൾ കാലിക്കറ്റിൽ തന്നെ മിഠായി തെരുവിൽ പോയി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് അലുവയൊക്കെ മേടിച്ചു. അപ്പോൾ എൻ്റെ കൂടെ സതീഷ് ഏട്ടനുണ്ടായിരുന്നു, ഇതിനകത്തെ ലീഡ്. അപ്പോൾ ഞാൻ എനിക്ക് വീട്ടിലേക്ക് കുറച്ച് അലുവയൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളത് മേടിച്ച് ഞാനതൊക്കെ ടേസ്റ്റൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞ് നമ്മുടെ ഡയറക്ടർ അതെല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ച് സ്റ്റൈലിലൊക്കെ കഴിച്ചേനെ. അതുപോലെ കുറേ ഷോർട്സ് അതിൽ നമ്മുടെ ബീച്ചിൽ തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ജ്യൂസൊക്കെ കുടിക്കും. ശരിക്കും സ്റ്റോറിയിലുള്ളതല്ല, ഞങ്ങൾ അല്ലാതെ ചെയ്തതാണ്. അതെല്ലാം സാർ മൂവിയിൽ ക്യാപ്ചർ ചെയ്തു. സോ ദാറ്റ് വാസ് നൈസ്. കാൻഡിഡ് ക്ലിക്സ് എന്ന് പറയാലോ. പിന്നെ നമ്മളവിടെ അഭിനയിക്കുകയല്ലല്ലോ. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് മൂവിയെ പറ്റി പറയാൻ. പിന്നെ നിങ്ങൾ എല്ലാവരും ഈ മൂവി കാണണം, സപ്പോർട്ട് ചെയ്യണം. ക്രിറ്റിസിസംസ് ആർ ഓൾസോ വെൽക്കം. പിന്നെ താങ്ക് യു.